വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ കുറെ നാളിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ലോങ് വീഡിയോസ് ഇടാറുണ്ട്, പക്ഷെ ഞാൻ മീഷോന്റെ വീഡിയോസ് ഇടാറേ ഇല്ല കേട്ടോ. എനിക്ക് പുറത്ത് പോയിട്ട് ഡ്രസ്സ് എടുക്കണേക്കാട്ടി എനിക്ക് ഇപ്പൊ കൂടുതൽ ഇഷ്ടം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്പ് മീഷോ തന്നെയാണ് കേട്ടോ. അപ്പൊ പലരും പറയും ക്വാളിറ്റി കുറച്ച് കുറവുണ്ട് അങ്ങനെയാണ് ഇങ്ങനെ, പക്ഷെ നമുക്ക് എന്താ പറയുക, മീഷോന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് റിവ്യൂ നോക്കി എടുക്കണേക്കാട്ടും ബെറ്റർ എന്താണെന്ന് അറിയോ. ചിലപ്പോൾ ഒരു റിവ്യൂ, ഞാനെടുത്ത പല ഡ്രസ്സുകളും റിവ്യൂ ഒക്കെ ഭയങ്കര മോശമാവും കേട്ടോ, പക്ഷെ വരുമ്പോൾ നന്നായിരിക്കും. അപ്പൊ റിവ്യൂ എല്ലാം കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സെർച്ച് ചെയ്തിട്ട് കേട്ടോ, അങ്ങനെ സെർച്ച് ചെയ്തും കൊണ്ടേ ഇരിക്കണം. അപ്പൊ നമുക്ക് നല്ല നല്ല ഡ്രസ്സുകൾ കിട്ടും. അതാണ് മീഷോന്റെ പ്രത്യേകത. അതിപ്പോ എല്ലാ ആപ്പും അങ്ങനെ തന്നെ ഇവിടെയും, പക്ഷെ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പ് മീഷോ കേട്ടോ. ഞാൻ മീഷോന്ന് ഡ്രസ്സ് എടുക്കാനുള്ള പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആവട്ടോ. ഞാൻ ഡെയിലി ഇങ്ങനെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഷോപ്പ് പോണ ഒരാളാണ്. അപ്പൊ ഡെയിലി ഷോപ്പ് പോകുമ്പോൾ പുറത്തുനിന്ന് പോയിട്ട് ഡ്രസ്സ് എടുക്കണേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം മീഷോന്നോ, അതായത് ഓൺലൈൻ പർച്ചേസ് ചെയ്യാറുണ്ടോ കൂടുതൽ ഇഷ്ടം. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശാണ് കേട്ടോ. കാശ് ഭയങ്കര അഫോർഡബിൾ റേറ്റിലാട്ടോ മീഷോ നമുക്ക് ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യണത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, പുറത്ത് പോയിട്ട് 1000 രൂപയ്ക്ക് എടുക്കാൻ ചിലപ്പോൾ ഒരു ഡ്രസ്സൊക്കെ കിട്ടുള്ളൂ. മീഷോന്ന് എടുക്കുകയാണെങ്കിൽ ഒരു 4-5 ഡ്രസ്സൊക്കെ കിട്ടും. പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ ഒരു ഓപ്ഷൻ മീഷോ തന്നെ കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മൾ കൂടുതൽ പൈസ അതിന് വേണ്ടി ചെലവാക്കേണ്ട ആവശ്യമില്ലല്ലോ ഡ്രസ്സിന് വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയാ, എങ്ങനെ ഇപ്പൊ നമുക്ക് ഒരു 10 വട്ടമെങ്കിലും ഒരു ഡ്രസ്സ് യൂസ് ചെയ്യാം എന്തായാലും. അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിട്ടാലും നമുക്ക് ലാഭമായിട്ടാണ് എനിക്ക് പേഴ്സണലി അങ്ങനെയായിട്ടോ തോന്നിയിട്ടുള്ളൂ. അപ്പൊ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ചടിപ്പിക്കാതെ ഞാൻ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ മീഷോന്ന് കുറച്ച് കോട്ട് സെറ്റ്. അപ്പൊ ഞാൻ മീഷോന്ന് കുറച്ച് കോട്ട് സെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ പാന്റും ഷോളും ഒരേപോലെ, പാന്റും ടോപ്പും ഒരേപോലത്തെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല രസമുണ്ട്, നമുക്ക് ഇടാനും ഭയങ്കര കംഫർട്ടബിൾ ഉണ്ട്. ആദ്യം ഞാൻ ഒന്നെടുത്ത് നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു 2-3 എടുത്തുകൊണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള, ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. അതായത് എന്നെ ഒരുപാട് പേരെന്ന് ഉദ്ദേശിച്ച് എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ചിലപ്പോൾ എന്നെ അറിയണവരൊക്കെ എനിക്ക് വീഡിയോ കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ചേച്ചി എവിടുന്ന ഈ ഡ്രസ്സ് എടുത്ത്, ചേച്ചി എവിടുന്ന ഡ്രസ്സ്. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇത് ഇഷ്ടാവും ഇങ്ങനെ ഡ്രസ്സിന്റെ വീഡിയോസ് എന്നൊക്കെ കേട്ടോ. ഇപ്പൊ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ മടി കൊണ്ട് ഞാൻ പലതും ചെയ്യാതിരുന്നുണ്ട്, പക്ഷെ ഇനി ഞാൻ മാക്സിമം നോക്കാം കേട്ടോ ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റ് ഒരു ഡ്രസ്സ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഈ ഡ്രസ്സ് എന്ന് വെച്ചാൽ പക്ക കോട്ടൺ ആണ് കേട്ടോ ഗൈസ്, പക്ക കോട്ടൺ ആണ് കേട്ടോ. അതായത് ഇപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ്, ഭയങ്കര സിമ്പിൾ ആണ്. നെക്ക് വരുന്നത് വി നെക്കാണ് കേട്ടോ. കണ്ടോ, നെക്ക് വരുന്നത്, ഒരു മിനിറ്റ് ഞാൻ നേരെ കാണിക്കാം. നെക്ക് വരുന്നത് വി നെക്കാണ് കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലൊരു പ്രിന്റ് വന്നിട്ടുണ്ട്. ഒരു ഗൈസ് ഇതിന്റെ കളർ ഇപ്പൊ ഞാൻ എന്താ പറയുക, ഇതിൽ എല്ലാ തരം കളറുണ്ട്, കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. അതുപോലെ തന്നെ ഈ ഡ്രസ്സ് ഇടാനും ഭയങ്കര സുഖമാണ് കേട്ടോ. നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, നമുക്ക് ഡ്രസ്സ് ഇടുമ്പോൾ ഒരു കുത്തല്, ഒരു ചൊറിച്ചല്. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടം എങ്ങനെയാന്ന് പറയാം, അങ്ങനത്തെ ഈ ഡ്രസ്സൊക്കെ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞിന് തറയ്ക്കും ചൊറിയും, എനിക്ക് അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ ഇഷ്ടമില്ല. ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ എനിക്ക് കടയിൽ ഇട്ടിരിക്കാനും ഷോപ്പിൽ ഇട്ടിരിക്കാനും ഭയങ്കര കംഫർട്ടബിൾ ആണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സ് എടുത്തത്. സെയിം തന്നെ കേട്ടോ പാന്റ്. ഇതിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല ഗൈസ്. പിന്നെ ലൈനിങ് ഇല്ല കേട്ടോ, ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാണണമൊന്നുമില്ല കേട്ടോ ഗൈസ്. കണ്ടോ, നിങ്ങൾക്ക് അല്ല, എനിക്ക് ക്യാമറയൊന്നും കാണാനില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് കേട്ടോ. സ്ലിറ്റ് ഒക്കെ അവിടെ നിന്ന് വന്നിട്ട് നല്ല നല്ല, അതായത് എന്താ പറയുക, സ്റ്റിച്ചിങ് ഒക്കെ നന്നായി പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ. സെയിം തന്നെയാണ് പാന്റ്. നമുക്കറിയാലോ കോട്ട് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആവുമല്ലോ പാന്റും. ഒരു പാന്റ് വരുന്നത് ഇവിടെ എലാസ്റ്റിക് ആണ് കേട്ടോ, എലാസ്റ്റിക് ആണ്. പിന്നെ സാധാ പാന്റ് കുറച്ച് ലൂസാണ്, ചെറിയൊരു പലാസോ കേട്ടോ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് വൺ ഇതാണ്. ഇതിന്റെ സെക്കൻഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്കും വൈറ്റും ആണ് കേട്ടോ. ബ്ലാക്കിൽ ഇങ്ങനെ വൈറ്റ് ലൈൻസ് വരുന്ന ഒരിത്. ഇതും അതെ ഗൈസ്, ഇതിനെ കുറിച്ച് പറയാനൊന്നും കൂടുതലായിട്ട് ഒന്നുമില്ല. ഇതൊക്കെ എന്താ പറയാ, പറയില്ല കരുന്ന് പറയില്ല, അതുപോലെ പറച്ചതിലൊന്നുമില്ല. അത് ഇട്ട് കാണാനാണ് എന്റെ ഭംഗി. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീഡിയോസും ഞാൻ ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയത് എന്താണെന്നറിയോ, പല വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഉണ്ട്, ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഞാൻ പല ഡ്രസ്സും സത്യം പറഞ്ഞാൽ ഇട്ടിട്ട് കുറെ, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, പല വീഡിയോസും ഞാൻ ഇട്ടുണ്ടാവും കേട്ടോ. അതായത് കുറെ തവണ ഞാൻ യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ട് യാതൊരു കേടില്ലാത്ത ഡ്രസ്സ് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. അപ്പൊ കുറെ പേര് പറയും മീഷോ എന്നെ ചതിച്ചിട്ടുണ്ട് നോക്കണം. മീഷോ എന്നെ ചതിച്ചിട്ട് ഇതുവരെ ഇല്ല കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത ഡ്രസ്സുകളൊക്കെ നന്നായിരിക്കും,
പിന്നെ വല്ല സൈസ് വല്ല വ്യത്യാസം വല്ല പിന്നിലൊക്കെ വന്നതിന് ഞാനത് നമുക്ക് പിന്നെ ഓപ്ഷൻ ഉണ്ടല്ലോ. പണ്ടത്തെ പോലെ ഒന്നല്ല ഗൈസ്, പെട്ടെന്ന് തന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടല്ലോ. നമുക്ക് ഇന്ന് റിട്ടേൺ ചെയ്ത് നാളെ തന്നെ അവർ വന്ന് കളക്ട് ചെയ്തിട്ട് നമ്മുടെ റീഫണ്ട് അപ്പൊ തന്നെ കയറുന്നുണ്ട്. നമുക്ക് സീനില്ലല്ലോ ഗൈസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ മീഷോനെ പ്രൊമോട്ട് ചെയ്തിട്ട് വീഡിയോ ഇടാന്ന്. ഒരിക്കലും അല്ല കേട്ടോ, മീഷോ എനിക്ക് ഒന്നും തരുന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞല്ലോ, അതിലിപ്പോ പ്രധാന ഒന്നുമില്ല. അതിന്റെ നെക്ക് വന്നിട്ട് കുറച്ച് കയറിയൊരു നെക്കാണ് കേട്ടോ, വൈഡ് നെക്കല്ല, കുറച്ച് കയറിയൊരു നെക്കാണ്. അത്രേ ഉള്ളൂ. സാധാ അതേപോലെ തന്നെ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അതേപോലെ തന്നെ പാന്റ് ആണെങ്കിലും എലാസ്റ്റിക് ആണ്. സാധാ ഒരു കുഞ്ഞി പലാസോ കേട്ടോ, വലിയ ലൂസ് ഒന്നുമില്ല, കുഞ്ഞി പലാസോ കേട്ടോ. ഞാൻ എല്ലാ സൈസ് എടുക്കുന്നത് S ആണ് കേട്ടോ, ചിലത് ഞാൻ M കൊടുക്കും. പിന്നെ തേർഡ് വൺ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഗൈസ് ഇതിന്റെ പിന്നെ ഒരു കഥ ഉണ്ട് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് യെല്ലോ ആണ് കേട്ടോ. എനിക്ക് യെല്ലോ ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അപ്പൊ യെല്ലോ ആണ് ഞാൻ ഓർഡർ ചെയ്തത്. യെല്ലോ ആണെങ്കിലും വന്നത് ഇത് ഈ ലാവൻഡർ കളറാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഡ്രസ്സും ഇല്ല. ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടോ, ഒരുപാട് പലരുടെയും ഫേവറേറ്റ് കളറാണ് ലാവൻഡർ. എനിക്ക് ആ ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഇവർക്കൊക്കെ എന്തിനാ ലാവൻഡർ? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കളർ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തിട്ട് അബദ്ധത്തിൽ എന്റെ മീഷോ വന്ന് ചതിച്ചുകൊണ്ട്, മീഷോ ചതിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, പക്ഷെ മീഷോ ചതിച്ചിട്ടില്ല ഗൈസ്. യെല്ലോ എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഡ്രസ്സുകൾ യെല്ലോയിലുണ്ട്. ഇത് എനിക്ക് ഇല്ലാത്ത കളറാണ്, പക്ഷെ എനിക്ക് ചേരുന്ന ഒരു കളറായിട്ടാണ്. ഞാൻ പൊങ്ങച്ചായിട്ട് പറഞ്ഞതല്ല ഗൈസ്, എനിക്ക് ചേർന്ന ഒരു കളറായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ തന്നെ റിട്ടേൺ ചെയ്തില്ല. അപ്പൊ ഇത് വന്നിട്ട് അതന്നെയാണ്, സെയിം തന്നെയാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ഗൈസ് ഇട്ട് നോക്കിയിട്ട് അങ്ങനെ അടിമറക്കാതെ വെച്ചില്ല. ഇത് ഞാൻ ഓർഡർ ചെയ്തത് M ആണ് കേട്ടോ ഗൈസ്. ഇത് എനിക്ക് ഇത്തിരി ലൂസ് ഉണ്ട്. അപ്പൊ എനിക്കിപ്പോ തോന്നി S ഓർഡർ ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ഇത്. ഇതിന്റെ കഴുത്ത് വന്നിട്ട് ചൈനീസ് കോളർ ഇല്ലേ, അങ്ങനെയാണ്. പിന്നെ ഇതവിടെ ബട്ടൺസ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൈന്ന് വെച്ചാൽ കണ്ടോ, സ്ലീവ് എന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ മടക്കിയിട്ട് അത് കൂടെ ഒരു ബെൽറ്റ് ടൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ അടിയിലൊരു കുഞ്ഞ് ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടൺസ് ആണ് ഫുള്ള്. ഓപ്പൺ അല്ല കേട്ടോ ഗൈസ്, ഓപ്പൺ അല്ല. പിന്നെ സ്ലിറ്റ് ഇല്ല കേട്ടോ, സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പാണ്. അതിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഗൈസ് ഇതിൽ പോക്കറ്റ് ഉണ്ട്. പോക്കറ്റിൽ എനിക്ക് മൊബൈൽ ഇടാം, പൈസ ഇടാം, അങ്ങനെയൊക്കെ കേട്ടോ. കണ്ട പോക്കറ്റ് ഉണ്ട്. പോക്കറ്റിലുള്ള ഡ്രസ്സ് എനിക്കില്ല, പോക്കറ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, പോക്കറ്റ് ഉണ്ട്. പിന്നെ പാന്റും വന്നിട്ട് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതന്നെ സെയിം തന്നെയാണ്, സെയിം കളറ്, എലാസ്റ്റിക് സെയിം. കുറച്ച് ലെങ്ത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അതർവൈസ് എല്ലാം ഒരുപോലെയാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് അടുത്തത് കാണിക്കുന്നത് ബ്ലാക്കും വൈറ്റും. നിങ്ങൾ വിചാരിക്കും ചേച്ചിന് ആരോ ബ്ലാക്കിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറാണ് അല്ലേ ബ്ലാക്കും വൈറ്റും. എന്തെടുക്കുകയാണെങ്കിലും പിന്നെ നമ്മൾ സെർച്ച് ചെയ്ത് പിന്നെ ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ ഈ കളറിലേക്ക് തന്നെ പോവില്ലേ. അപ്പൊ ഞാനൊരു വിചാരിക്കാറുണ്ട് വേറെ എന്തെങ്കിലും മാറ്റി എടുക്കണം. അങ്ങനെ എന്നെ മീഷോ വിചാരിച്ചിട്ടുണ്ടാവും, ഈ പെണ്ണെ ഇപ്പോഴും ഇത് ഓർഡർ ചെയ്തതല്ലേ, അവൾക്കൊന്ന് മാറ്റി കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാവൻഡർ ഡ്രസ് എനിക്ക് കൊണ്ടുവന്നിട്ട് ഗൈസ് എനിക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പൊ പിന്നെ എന്ന് വെച്ചാൽ ഇതിനെല്ലാം അല്ലേ ലൈനിങ് ഇല്ല, അത്രേ ഉള്ളൂ കേട്ടോ. അതൊരു പക്ഷേ എന്താ ഞാൻ നിങ്ങളോട് പറയുക, ഇതൊക്കെ 500 താഴെയുള്ള സംഭവങ്ങളാണ്. 500 റുപ്യക്ക് പാന്റ് ടോപ്പ് ഒക്കെ തരാച്ച അവർക്ക് ലൈനിങ് കൂടി വെച്ചുകൂടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അത്യാഗ്രഹമല്ലേ ഗൈസ്. ലൈനിങ് വെച്ചിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാവും. എനിക്ക് അറിയില്ല കേട്ടോ. അടിക്കണ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, സ്റ്റിച്ച് ചെയ്യുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ കമന്റ് ചെയ്യൂ കേട്ടോ. ലൈനിങ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേന്ന് ഉണ്ട് തോന്നുന്നു. അപ്പൊ ഇതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളൊക്കെ തന്നെ ഒരുപാട് റിവ്യൂ കണ്ടിട്ടുണ്ടാവില്ലേ. ഇതൊരു വീനെക്കാണ്. ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെറ്റിന്റെ പോലത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ബ്ലാക്കും വൈറ്റിന്റെ കുറെ പ്രിന്റഡ് പൂക്കൾ വന്നിട്ടുണ്ട്. അതന്നെ ഉള്ളൂ ഗൈസ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. പറഞ്ഞ ലൈനിങ് ഇല്ല, ബാക്കി എല്ലാം സെയിം ആണ്. സെയിം പാന്റ്, എലാസ്റ്റിക്, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ ഡ്രസ്സൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ എനിക്ക് ഏതാ ചെയ്തതെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും ഞാൻ ഉറപ്പ് പറയുന്നു, ഇത് അടിപൊളി ഡ്രസ്സുകളാണ്. ഞാൻ ഇത്രയും നേരം വാഷ് ചെയ്തിട്ട് യാതൊരു കേടും വന്നിട്ടില്ല. അപ്പൊ ഡെയിലി കോളേജിലേക്ക് പോണവരോ ഓഫീസിലേക്ക് പോണവർക്കും അല്ലാതെ എനിക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ കൂടുതൽ ഇവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരും മാക്സിമം പറ്റണവരൊക്കെ കയറി വാങ്ങുക. ഞാൻ എന്താ പറയാ ഇപ്പോന്ന് വെച്ചാൽ ഷോർട്സിൽ കൊടുക്കാം. അപ്പൊ ഞാൻ ലിങ്ക് വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാൻ അതിന്റെ ലിങ്ക് ഒക്കെ അയച്ചുതരാം.
അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. പിന്നെ ഗൈസ് ഞാൻ മുടി വെട്ടി എന്ന് വെച്ചാൽ അതൊരു വേറൊരു കഥയാണ് ഗൈസ്. മുടി ഞാൻ എപ്പോഴും വെട്ടാറുണ്ട്, എനിക്കിത് ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെട്ടും, അങ്ങനെയാണ്. പക്ഷേ ഇപ്രാവശ്യം വെട്ടിയത് കുറച്ച് കൂടി പോയി തോന്നുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല, ഇവിടെ ആർക്കും ഇഷ്ടമായില്ല. ചിലർക്കൊക്കെ ഇഷ്ടമായി പറയുന്നുണ്ട്, ചിലർക്കൊന്നും ഇഷ്ടമായില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നൊന്ന് കമന്റ് ചെയ്യണം. അങ്ങോട്ട് നോക്കുന്ന വേറെ ഒന്നുമല്ല, അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്, കണ്ണേട്ടൻ ആളാണ് എന്നെ എത്രയും മുടി വെട്ടിച്ചതുകൊണ്ട് എനിക്ക് എല്ലാവരും ചീത്ത കേട്ടു ഗൈസ്. അപ്പൊ എന്തായാലും എല്ലാവരും ചേഞ്ച് വേണ്ടല്ലേ, മുടിയല്ലേ വന്നോളും. അപ്പൊ അതൊക്കെ ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അതും കൂടി കമന്റ് ചെയ്യണേ. പിന്നെ കൂടുതലൊന്നും പറയില്ല, ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ, കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണുക. പിന്നെ വേറെ എന്താ പറയാ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വല്ല വീഡിയോസ്, ഞങ്ങൾ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യാം, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.